ഒരു തവണ മദ്രാസിൽ ഒരു വീടിൻ്റെ അവിടെ ഷൂട്ടിങ് നടക്കുകയാണ് രാത്രി. ഞാനും മമ്മൂട്ടിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്ന് മമ്മൂട്ടി 2 മക്കൾ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുറിമയും ദുൽഖർ ചാലു എന്നാ വിളിക്കുക സുറുമിയും ചാലു. അപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് തുളുമ്പിപ്പോയി. ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാണ്. പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ അങ്ങോട്ട് പറയാം. അപ്പോൾ പുള്ളി ഞാനങ്ങനെ പ്രശംസിക്കാറൊന്നുമില്ല പുള്ളിയെ. അതുകൊണ്ട് പുള്ളിക്കൊരു നെറ്റിക്കൂടിയൊക്കെ ഒരു ലൈറ്റ് എത്തുന്ന വഴി ഒരു തെളിച്ചം വന്നു. അപ്പോൾ എന്താ ഇങ്ങനെ ഭാഗ്യവാനെന്ന് പറയാൻ കാരണം എന്നൊരു മട്ടിൽ എന്നെ നോക്കി പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, നിങ്ങളുടെ മക്കൾ 2 പേരും നിങ്ങളെ പോലെ ആയില്ലല്ലോ. ആ പുള്ളിയുടെ മുഖത്ത് 37 വികാരങ്ങൾ എക്സ്പ്രഷൻ വന്ന് സിനിമയിൽ കാണാത്ത. എന്നെ തള്ളണമെന്നുണ്ട്, മക്കളെ പുകഴ്ത്തിയാണെന്ന് സംശയമുണ്ട്. ഇത് ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല ആ എക്സ്പ്രഷൻ. പിന്നെ കണ്ടിട്ടുമില്ല. ആരോഗ്യകാര്യം ഒന്നാമത് ആ വണ്ണം മെലിയിക്കല് എപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ധ്യാനുമായിട്ട് വളരെയധികം അഡ്ജസ്റ്റഡ് ആയ ഒരു പെൺകുട്ടി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചെല്ലാം ഇഷ്ടമാണ്. അത് ഒരു ദൈവം കൊടുത്ത പോലെ, ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവനും ബേസിക്കലി അവൻ നല്ലതാണ്. അതുകൊണ്ടായിരിക്കും ദൈവം ഇത്ര നല്ല ഒരു മോളെ കൊടുത്തത്. പിന്നെ അവർക്ക് ഹ്യൂമർ സെൻസ് ഉണ്ട്. എന്നോട് പറഞ്ഞത്, ഞാനും അവളുമായിട്ട് പല പ്രാവശ്യം മീറ്റ് ചെയ്യലുണ്ട്, സംസാരിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോളാണ്. ഞാൻ പ്രസവിച്ച മോളെ പോലെ ഇഷ്ടമാണ് അവൾക്ക്. ദിവ്യനെ ഇഷ്ടമാണ്. ദിവ്യനെ ഒരു കുഴപ്പമില്ല. ധ്യാനിലെ കുഞ്ഞാണ് നമ്മൾ ഭയങ്കര ഇപ്പോൾ ലൈഫിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അവൾ കുറേ ദിവസം ഇവിടെ ഇല്ലെങ്കിലും ഒരു ദിവസം വരുമ്പോഴേക്ക് വീട് മുഴുവനും ഉണർന്ന്. അവള് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒക്കെ ആയി. അതുവരെ അവളെ കാണാത്ത ഭയങ്കര പ്രശ്നം.